എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 33 അധ്യായം 12 വാക്യം. ആവർത്തനം 33:12. ബെന്യാമീനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവൻ്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയ്ക്ക് പ്രിയനായവനെക്കുറിച്ച് മോശെ തൻ്റെ ജീവിതാവസാനത്തിൽ പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഓരോ ഗോത്രത്തിലുള്ളവരെക്കുറിച്ചും പ്രത്യേകമായ വിശേഷണം മോശ നൽകുന്നുണ്ട്. ബെന്യാമിൻ ഗോത്രത്തിനുള്ള അനുഗ്രഹമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ബെന്യാമിൻ യാക്കോബിൻ്റെ മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു. അവൻ്റെ മാതാവായ റാഹേൽ അവൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി. യോസഫ് മരിച്ചു എന്ന് യാക്കോബ് ധരിച്ചപ്പോൾ പിന്നെ ബെന്യാമീൻ അപ്പൻ്റെ ഓമനപുത്രനായി മാറി. പിതാവിൻ്റെ മാത്രമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെയും ഓമനപുത്രനാണ് ബെന്യാമീൻ എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവൻ യഹോവയ്ക്ക് പ്രിയനായവനാണ്. 2, നിർഭയം വസിക്കുന്നവനാണ്. 3, ദൈവം അവനെ എല്ലായ്പ്പോഴുും മറച്ചുകൊള്ളുന്നു. 4, ഗിരികളുടെ മധ്യേ വസിക്കുന്നു. ഹി ഷാൽ ഡ്വെൽ ബിറ്റ്വീൻ ഹിസ് ഷോൾഡേഴ്സ്. KJV അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതായത് യഹോവയാം ദൈവത്തിൻ്റെ മാറോട് ചേർന്ന് ഏറ്റവും പ്രിയനായ ബെന്യാമിൻ നിർഭയം വസിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതൊരു ദൈവവൈതലിൻ്റെയും ഏറ്റവും അഭികാമ്യമായ അവസ്ഥയാണിത്. ഏറ്റവും സുരക്ഷിതവും ഹൃദ്യവും ആനന്ദകരവും ആസ്വാദ്യകരവുമായ അനുഭവമാണിത്. യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്ന് ഏറ്റവും പ്രിയനായി മാറി എന്നാണ്. യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നു, കർത്താവിൻ്റെ പ്രിയനായ ശിഷ്യൻ. യേശു കർത്താവിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റെടുത്ത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിട്ട് മാറി. നിന്റെ വാസം അവിടുത്തെ കൃപയിലും സാന്നിധ്യത്തിലും ചിറകിൻ മറവിലും എന്നും ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഏറ്റവും പ്രിയരായി ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി മാറാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 3 അധ്യായം 7 വാക്യത്തിൽ രൂത്ത് അമ്മാവി അമ്മയുടെ ഉപദേശം അനുസരിച്ച് തൻ്റെ വീണ്ടെടുപ്പുകാരൻ ബോവസാണെന്ന് മനസ്സിലാക്കി പൂർണ്ണമായി അവനിൽ ആശ്രയിച്ച് അവൻ്റെ പുതപ്പിൻ കീഴിൽ പാർക്കാൻ ഒരുങ്ങുന്നതായി നമ്മൾ കാണുന്നു. അമ്മാവി അമ്മയുടെ ആലോചന പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ കുറിക്കുന്നു. ബോവസ് നമ്മുടെ നല്ല വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിനെ കുറിക്കുന്നു. ബോവസിൻ്റെ ചിറകിൻ കീഴിൽ നിനക്ക് പൂർണ്ണ സുരക്ഷിതത്വമുണ്ട് എന്ന രൂത്തിനെ അമ്മാവിയമ്മ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെ നീ വിശ്രമിച്ചുകൊള്ളുക. നീതിസൂര്യനായ യേശു കർത്താവ് ഉദിച്ച് ഉയരുന്ന അല്ലെങ്കിൽ വീണ്ടും വരുന്ന ദിവസം വരെ തൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ പുതപ്പിൻ കീഴിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പുതപ്പ് നമ്മെ മൂടുമ്പോൾ നമ്മൾ ദൈവത്തിൽ മറഞ്ഞ് ഇരിക്കും. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ശോധന ചെയ്യുക. ഇവിടെ കണ്ട ഏതെങ്കിലും ഒരവസ്ഥയിലാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വിശ്രമവും വാസവും ക്രമപ്പെടുത്തി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.
കൃപയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിപ്പാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ സുരക്ഷിതത്വത്തിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെന്യാമിൻ ഏറെ സുരക്ഷിതനായിരിക്കും എന്ന് മോശ പറഞ്ഞതുപോലെ, കർത്താവേ, അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ സുരക്ഷിതരായി മാറ്റിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവകൃപയിൽ ആശ്രയ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആശ്രയിക്കുന്ന മറ്റ് പല ഇടങ്ങളും ഞങ്ങൾക്ക് പൂർണ്ണമായും ആശ്രയം നൽകില്ല എന്ന് ഉറപ്പോടെ തീരുമാനിക്കുന്നു. അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പുതിയ വർഷം അനുഗ്രഹീതമായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം ഏവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.